പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രയേലിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വന്നു. ലെബനോണിൽ ഇസ്രയേലിന്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ പരാമർശം. 18 രാജ്യങ്ങളുടേതാണ് ഈ പ്രസ്താവന. മധു കൊട്ടാരക്കര വീണ്ടും അമേരിക്കയിൽ നിന്ന് ചേരുന്നു. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്തായാലും ഇത് ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ്, പറയൂ. ഇത് ഒരു വശത്ത് ഈ ഇസ്രയേലുമായിട്ടുള്ള ഇസ്രയേലിന്റെ ഈ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. അത് വലിയ തോതിൽ മറ്റേ ഇറാൻ യുദ്ധത്തിന്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ്. ലെബനനിൽ ഇസ്രയേലിൽ നിന്ന് വ്യോമാക്രമണങ്ങളും കരയുദ്ധവും അടിയന്തരമായി നിർത്തണമെന്ന് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, പോളണ്ട്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ ലെബനന്റെ പരമാധികാരത്തെ ഇസ്രായേൽ മാനിക്കണമെന്നും അതുപോലെ അവിടെ സിവിലിയന്മാർക്ക് വലിയ തോതിൽ അപകടം വരുന്നുണ്ട്, അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ഈ മന്ത്രിമാർ ഒരു സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 2-നാണ് ഹിസ്ബുള്ള നടത്തിയ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇസ്രായേൽ ഒരു സൈനിക നടപടി ആരംഭിച്ചത്. വലിയ തോതിൽ നാശനഷ്ടങ്ങളാണ് ലെബനനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുവരെ ഏതാണ്ട് 1000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 4 വരുന്ന ആളുകൾ അഭയാർത്ഥികളായതായും ലെബനന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവനയിലുമായിട്ട് ഈ യൂറോപ്യൻ പ്രതിനിധികൾ വന്നിട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സിവിലിയന്മാരും കുട്ടികളും അതുപോലെ മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ മന്ത്രിമാർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യാന്തര മാനുഷിക നിയമങ്ങളൊക്കെ പാലിക്കുവാൻ ഇസ്രായേലിന് ബാധ്യതയുണ്ടെന്നും ഈ പ്രസ്താവനയിൽ ഓർമ്മിപ്പിക്കുന്നു. ഹിസ്ബുള്ളയും ഇസ്രായേലും ഉടനടി സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണം. അതുമാത്രമല്ല ലെബനന്റെ ആഭ്യന്തര സുരക്ഷ നിലനിർത്തുവാൻ അവിടുത്തെ സായുധ സർക്കാരിനും അതുപോലെ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണെന്നും അങ്ങനെ ഒരാവശ്യം വന്നാൽ അതിൽ ഇടപെടണമെന്നും ഈ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘർഷം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കുവാൻ ചർച്ചകൾ വേണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അമേരിക്കൻ കരസേനാ മേധാവി റാൻഡി ജോർജിന് പുറമെ മറ്റു 2 പേരെ കൂടി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പുറത്താക്കിയെന്ന വാർത്ത വരുന്നുണ്ടല്ലോ. ദ വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നതാണ് വിവരം. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ കിട്ടിയോ? ഇന്ന് രാവിലെ മുതൽ തന്നെ പെന്റഗന്റെ ഉന്നത തലങ്ങളിൽ സൈനിക തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണി വരുന്നുണ്ട്. പീറ്റ് ഹെഗ്സത്തും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും അവരുടേതായ സൈനിക നീക്കങ്ങളിൽ തൃപ്തരല്ലാത്ത സൈനിക ഉദ്യോഗസ്ഥരെ മാറ്റുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചീഫ് ഓഫ് സ്റ്റാഫ് റാൻഡിയെ മാറ്റിയത്. പിന്നീടുള്ള വാർത്തകളും ഈ മാധ്യമങ്ങൾ തന്നെ ഒന്നൊന്നായിട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണ്. അപ്പൊ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് ലഭിക്കും. അന്നേരം നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.